എഡ്യൂ തോട്ടിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിന്റെ ഒന്നാമത്തെ പാഠമായ ഫിസിക്കൽ വേൾഡ് ആണ്. അപ്പോൾ ഈ പാഠം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാർക്കിന് മാത്രം ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം ഫണ്ടമെന്റൽ ഫോഴ്സസിനെ കുറിച്ചാണ്. ഫണ്ടമെന്റൽ ഫോഴ്സസ് 4 വിധത്തിലുണ്ട്: ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താന്ന് നോക്കാം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ലോകത്തിലുള്ള ഏതൊരു മാസമുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അതിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫണ്ടമെന്റൽ ഫോഴ്സസിൽ ഏറ്റവും വീക്കായിട്ട് വരുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. കൂടാതെ ഇത് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. അതൊരിക്കലും റിപ്പൽ ചെയ്തു പോയില്ല. നമുക്കറിയാം, ചില ചാർജസ് ഒക്കെ ആണെങ്കിലും അട്രാക്ഷനും ഉണ്ട് റിപ്പൽഷനും ഉണ്ട്. പക്ഷെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് എപ്പോഴും അട്രാക്റ്റീവ് മാത്രമായിരിക്കും. കൂടാതെ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇപ്പോ ഈ സൂര്യനും അതുപോലെ തന്നെ എർത്തും തമ്മിലൊരു അട്രാക്ഷൻ ഇല്ലേ, അത് ഒത്തിരി ദൂരത്തിലല്ലേ ആ അട്രാക്ഷൻ നമുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ ആണ് F = G(m1m2/r²). ഇവിടെ m1 എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ മാസും m2 എന്ന് പറയുന്നത് മറ്റൊരു ഒബ്ജക്റ്റിന്റെ മാസമാണ്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r. അപ്പോ ഈ r² എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, m1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒബ്ജക്റ്റിന്റെ മാസ്, m2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ മാസ്. G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.672 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അപ്പോൾ രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നമ്മൾ പറഞ്ഞു, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഈ ഫണ്ടമെന്റൽ ഫോഴ്സസിൽ വെച്ച് ഏറ്റവും ചെറുത്. അതേ സമയത്ത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും വലിയ ഫോഴ്സ്. അത് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എവിടെയാണ് അനുഭവപ്പെടുന്നതെന്ന് വെച്ചാൽ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ്. അതായത് ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോൺസ് എന്ന് വെച്ചാൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഒരാറ്റത്തിന്റെ പ്രോട്ടോൺസിലും ന്യൂട്രോൺസിലും തമ്മിലാണ് ഈ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആയിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇതൊരു ഷോർട്ട് റേഞ്ചിൽ മാത്രമേ ഇതിന്റെ ഈ ഫോഴ്സ് അനുഭവപ്പെടുള്ളൂ. അതായത് ആ ന്യൂക്ലിയസിനകത്ത് മാത്രമേ ഈ ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ആ പാർട്ടിക്കിൾസിന്റെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് പ്രോട്ടോണിന്റെ ചാർജിനെയോ ന്യൂട്രോണിന്റെ ചാർജിനെയോ ഒന്നും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഒരു ഫോഴ്സ് അത്രയേ ഉള്ളൂ. അടുത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ എലമെന്ററി പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. ഒരു ആറ്റത്തിന്റെ എലമെന്ററി പാർട്ടിക്കിൾസ് തമ്മിൽ അനുഭവപ്പെടുന്ന ആ ഒരു ഫോഴ്സിനെയാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അത് പിന്നെ അതേ സമയത്ത് തന്നെ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ അടുത്ത ഫോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സസ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം അതെന്താ, ഇലക്ട്രിക് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഒരു കൂട്ടമാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അതിന് ഒരുമിച്ചുള്ളൊരു കാര്യമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അതിനകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വെച്ചാൽ ഏതെങ്കിലും രണ്ട് ചാർജസ്, ഏതെങ്കിലും രണ്ട് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ്, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ചാർജ് തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പൊ ലൈക്ക് ചാർജസ് ആണെങ്കിൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ പരസ്പരം അട്രാക്ട് ചെയ്യും. അതേപോലെയാണ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നതും രണ്ട് പോൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. അവിടെ ലൈക്ക് പോൾസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാനുള്ള അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ സ്ഥിരമായിട്ട് ഈ എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിച്ച് ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ ദ നേച്ചർ ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്? അതായത് ന്യൂക്ലിയോൺസിലെ തമ്മിൽ ബൈൻഡ് ചെയ്ത് വെക്കുന്ന ഫണ്ടമെന്റൽ ഫോഴ്സ് ഏതാണ്? അതിന്റെ ആൻസർ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, which one of the following is present between all objects in universe? യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്ട്സിനും ഇടയ്ക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏതാ? ഒരു ഡൗട്ടും ഇല്ല, അത് മാഗ്നറ്റിക് ഫോഴ്സ് അല്ല, ന്യൂക്ലിയർ ഫോഴ്സ് അല്ല, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ്. അടുത്തത്, which is the weakest force in the nature?
ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. പക്ഷെ അതിന്റെ റേഞ്ച് എപ്പോഴും നമുക്കത് ഓർമ്മ വേണം. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും, അതേ സമയത്ത് അതിന്റെ റേഞ്ച് വളരെ വലുതാണ്, ലോങ് റേഞ്ച് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ നിന്നും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അത് കറക്റ്റ് ആണോ? ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ആണോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്? അത് കറക്റ്റ് ആണ്. അപ്പോൾ അടുത്തത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവ് ആവാം, റിപ്പൾസീവ് ആവാം. അതും കറക്റ്റ് ആണ്. അടുത്തത്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സസ് എമോങ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ ദ നേച്ചർ. അതാണ് തെറ്റ്. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് അല്ല, ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് എമോങ് ഫണ്ടമെന്റൽ ഫോഴ്സസ്. അപ്പോൾ ഇതിനകത്ത് അടുത്തതെന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസിന്റെ ന്യൂക്ലിയസ്. അതും കറക്റ്റ് ആണ്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റിൽ തെറ്റായിട്ടുള്ളത് മൂന്നാമത്താണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സസ് എമോങ് ദ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഫിസിക്സിന്റെ ഒന്നാമത്തെ പാഠം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രയോജനമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.